ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രണ്ട് ചിത്രങ്ങളാണ്. ഒന്ന് PT7 വെടിവെക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ദൃശ്യം, ഈ ദൗത്യ സംഘം പകർത്തിയ ആ ഒരു ഇമേജ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് മയക്കുവെടി ഏറ്റ ശേഷം PT7 മയങ്ങി നിൽക്കുന്നതിന്റെ ഒരു ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെടിയേൽക്കുന്നതിന് മുമ്പും വെടിയേറ്റ ശേഷവുമുള്ള രണ്ട് ചിത്രങ്ങൾ. എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ വാർത്ത വരികയാണ്. ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകുകയാണ്. കേരളം സമീപകാലത്ത് ഇത്ര ശക്തമായി ദർശിച്ചിട്ടില്ലാത്ത ഒരു വലിയ ആനയെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ദൗത്യം അത് വിജയം കണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്നലെ പൂർണ്ണതോതിൽ ദൗത്യസംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതാണ്. പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. അതേ തുടർന്ന് ദൗത്യസംഘത്തിന് പിൻവലിയേണ്ടി വന്നു. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ദൗത്യസംഘം വനത്തിനുള്ളിലേക്ക് കയറുകയും ഏറ്റവും അനുകൂല സാഹചര്യങ്ങളും കൃത്യസമയത്ത് തന്നെ മയക്കുവെടി വെക്കാനും ദൗത്യസംഘത്തിന് കഴിയുകയും അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്തായാലും അതിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ആ പ്രദേശത്തെ ഒരു വലിയ ആശങ്കയ്ക്ക് പരിഹാരം ആകുന്നു എന്നതാണ് പൊതുവിലുള്ള കാര്യം. എന്തായാലും വനം മന്ത്രി AK ശശീന്ദ്രൻ അടക്കം വിശദീകരിച്ചതുപോലെ PT7 പിടികൂടിയാൽ പോലും അവിടെ കൂടുതൽ ആനകൾ ആ ധോണി അടക്കമുള്ള മേഖലകളിൽ പ്രതിസന്ധി കർഷകർക്കും ജനങ്ങൾക്കും മേൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ സജീവമായി ഇടപെടലും നിരീക്ഷണവും ഉണ്ടാകുമെന്ന ഉറപ്പാണ് വനം മന്ത്രിയും പങ്കുവയ്ക്കുന്നത്. എന്തായാലും പൊതുവിൽ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അവരുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകുന്നു എന്ന കാര്യം അവർ പങ്കുവയ്ക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ ലേഖകരുമായി പ്രസാദ് അടക്കമുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ജനങ്ങൾ പറയുന്നത് ഇന്ന് വെളുപ്പിനെയും ആനകൾ തങ്ങളുടെ കൃഷിയിടത്തിൽ ഇറങ്ങി എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് PT7 ആയിരുന്നോ എന്ന സ്ഥിരീകരണമൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദൃശ്യം PT7മായി കാടിനുള്ളിലേക്ക് പോയ ആ വാഹനം പുറത്തേക്ക് വരുന്നതാണ്. PT7നെയും കയറ്റിക്കൊണ്ട് ആ വാഹനം പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ്. അതിനുശേഷം ധോണിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള ആനക്കൂട്ടിലേക്ക് അതിനെ മാറ്റും. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ ലേഖകർ പ്രസാദ് ഉടുമ്പശ്ശേരിയും ഒപ്പം തന്നെ CV അനുമോദും പാലക്കാട്ടെ ധോണിയിലെ ഈ മേഖലയിലെ നിന്നുള്ള ദൃശ്യങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും തുടക്കം മുതൽ ഞങ്ങളും ഒപ്പമുണ്ടായിരുന്നു. അവിടുത്തെ കർഷകരുടെ ആശങ്ക, ഒപ്പം തന്നെ വനം വകുപ്പിൻ്റെ ദൗത്യ സംഘത്തിൻ്റെ നീക്കങ്ങളടക്കം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയും ചെയ്യുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. പ്രസാദ്, ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ആനയെ വാഹനത്തിൽ കയറ്റിയിട്ടുണ്ടോ? ആന മയങ്ങി നിൽക്കുന്ന ചിത്രങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ ആ വനത്തിനുള്ളിൽ നിന്നും ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ലഭിക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? ഇനി ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇനി മുന്നോട്ട് പുരോഗമിക്കുന്നത്? ഹലോ, പ്രസാദ്, കേൾക്കാമെങ്കിൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ? PT7 പിടികൂടാനുള്ള ദൗത്യം വിജയിച്ചിരിക്കുന്നു. ഇനി കൂട്ടിലാക്കേണ്ടതാണ് അടുത്ത ഘട്ടം. എന്തായാലും കുറച്ച് നാളുകളായി ആ മേഖലയിലുള്ള ആളുകളുടെ ആ ആശ്വാസമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടിയും ഈ PT7 കഴിഞ്ഞ ദിവസം ഈ ദൗത്യസംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ജനവാസ മേഖലയിലുള്ള ആളുകളൊക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നു. ഇന്നെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങാം, കൃഷിയിടങ്ങൾ സുരക്ഷിതമായിരിക്കും, ഞങ്ങൾക്കൊരു ഭീതിയില്ല, അതുകൊണ്ട് ഉറങ്ങാമെന്ന് ഇരിക്കുമ്പോൾ കൊടും കഴിഞ്ഞ ദിവസവും ഈ മുണ്ടൂർ പഞ്ചായത്തിൽ മറ്റൊരു ആന അവിടെ ഇറങ്ങുകയും കൃഷിസ്ഥലം വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ PT7 പിടിയോടുകൂടി വലിയൊരു ആശ്വാസം മേഖലയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും മറ്റാനകൾക്ക് ഇങ്ങനെ കാടിറങ്ങി വരുന്ന മറ്റാനകളുടെ കാര്യത്തിൽ കൂടി ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അവിടെ നിന്ന് പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, കേൾക്കാമെങ്കിൽ എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? നമ്മളിപ്പോൾ ഈ ആന മയങ്ങി നിൽക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് ആനയെ വണ്ടിയിൽ കയറ്റിയോ കൊണ്ടുവരുന്ന സമയം, അതൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രഞ്ജിനി, അല്പം കൂടി സമയമെടുക്കുമെന്നതാണ് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞത്. നമ്മളപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. കൂടുതൽ സമയമെടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇവിടെ ആളുകളെല്ലാം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഓരോ നിമിഷം കഴിയുമ്പോഴും ഇത് കേട്ടറിഞ്ഞും കാണാനും എല്ലാം തന്നെ ആളുകൾ വരുന്നുണ്ട്. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും സുരക്ഷിതമായി PT7 കൂട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള വാഹനം അകത്തേക്ക് കയറി കഴിഞ്ഞു. ഇനി
ഇനി മയങ്ങിയ PT7 പിടികൂടാൻ മയങ്ങിയ PT7 കൂട്ടിലേക്ക് കൊണ്ടുവരാനും സുരക്ഷിതമായി വാഹനത്തിൽ കയറ്റാനും എല്ലാം തന്നെ കുങ്കിയാനയും മറ്റും എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം കൂടി ആണ് വരുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ ആശങ്ക പൂർണ്ണമായും ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരെല്ലാം തന്നെ ഒരുപോലെ നമ്മളോട് രാവിലെ പറഞ്ഞത്. ഒരു PT7 പിടിച്ചപ്പോൾ അത്രയും ആശ്വാസം, കാരണം നിരന്തരം ഇറങ്ങുന്ന PT7 ആണ്, ഈ പ്രദേശത്ത് ഇറങ്ങുന്ന PT7 ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റു കാട്ടാനകളും ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെല്ലാം ഈ പ്രദേശത്തുള്ള ആളുകളാണ്? അതെ, തീർച്ചയായും ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. PT7 മയക്കുവെടി വെച്ച് പിടിച്ചു എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? തീർച്ചയായും ഗവൺമെന്റിന് അതുപോലെ തന്നെ നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അത് നിരന്തരമായിട്ടുള്ള അവരുടെ ദൗത്യം അവർ പൂർത്തീകരിച്ചതിന് വലിയ രീതിയിൽ തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ് പ്രദേശവാസികൾ എന്ന നിലയ്ക്ക്. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിഷമത തീരുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ട്. അതുകൊണ്ടാണ് അവരെ അഭിനന്ദിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ആന ഇന്നലെ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ മറുഭാഗത്ത് മറ്റ് ആനകളും ഇറങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ട്. അവിടെയും ജനങ്ങൾ, പക്ഷേ അക്രമകാരികളല്ല ആനകൾ എന്നുള്ള നിലപാടാണ് ഫോറസ്റ്റ് മറ്റും അറിയിച്ചിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഇതിന് ശാശ്വത പരിഹാരം കണ്ടേ മതിയാവും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റെയിൽ ഫെൻസിങ് ഗവൺമെൻറ് ഇടപെട്ട് മറ്റ് വിധത്തിലുള്ള ഫണ്ടുകളെല്ലാം വിനിയോഗിക്കേണ്ടതും റെയിൽ ഫെൻസിങ് ഇവിടെ അത്യാവശ്യമായി ഈ പ്രദേശം എവിടെയാണോ അവിടെ വന്യജീവികളുടെ ആക്രമണങ്ങൾ വരുന്നത് അതിനുള്ള ശാശ്വത പരിഹാരം കാണണം എന്നാണ് പറയാനുള്ളത്. അതായത് 2014 VS ഇവിടെ നമ്മൾ നേരത്തെ സംസാരിച്ച 8 കോടി ഉറുപ്പ്യ അതിന് വയനാട്ടിലേക്ക് മാറ്റിയതാണ്. വലിയൊരു ആശ്വാസം. എന്നാൽ പൂർണ്ണമായിട്ടും സമാധാനമായിട്ടില്ല. മറ്റാനകളുടെ ശല്യമുണ്ട്, മറ്റ് വന്യമൃഗങ്ങളുടെ ഉണ്ട്. അതിനുള്ളൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം. നമ്മളിപ്പോൾ റബ്ബർ ടാപ്പിംഗ് ആണ്, പക്ഷേ നമുക്കിപ്പോൾ നേരത്തെ പണിയെടുക്കാൻ പറ്റില്ല. നന്നായിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥ. നമ്മൾ സാധാരണ പുലർച്ചെയാണല്ലോ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആനയെ പിടിച്ചിട്ട് അത് പ്രത്യേകിച്ച് ഈ PT7 പിടിച്ചത് വലിയൊരു ആശ്വാസം. എങ്കിലും മറ്റാനകളുടെ ശല്യം നല്ലോണം ഉണ്ട്. അതിനുള്ള പരിഹാരം കൂടി കണ്ടെത്തണം. മറ്റ് പിന്നെ കാട്ടുമൃഗങ്ങള് എന്താ പറയുക, ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണോ? എന്തായാലും സൈത്ത് ആളുകൾ പറയുന്നത് തന്നെയാണ്. അതായത് PT7 പിടിച്ചത് ആശ്വാസമാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ മറ്റ് ആനകളും ഈ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് PT7 ഇത്രത്തോളം ശല്യം എന്ന് പറയുന്നത്? അവർ ദിവസവും അത് ഇറങ്ങുന്ന ഈ പ്രദേശങ്ങളിലേക്ക് നിരന്തരം ഇറങ്ങുന്നു എന്നുള്ളതാണ് അവർ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ മറ്റ് നടപടികളിലേക്ക്, അതായത് PT7 കൂട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ആ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി അതിനെ വാഹനത്തിൽ കയറ്റി ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ കൂട്ടിൽ, പ്രത്യേകം സജ്ജമാക്കിയ കൂട്ടിലാണ് PT7 ഏറെക്കാലം അവിടെ കിടക്കേണ്ടി വരിക. അതിനെ മെരുക്കാനുള്ള നടപടികൾ ധോണിയിൽ വെച്ചാണ് ഉണ്ടാവുക. തുടക്കത്തിൽ വയനാട് മുത്തങ്ങയിലേക്ക് PT7 പിടിച്ചു കൊണ്ടുപോകാനായിരുന്നു ആദ്യത്തെ തീരുമാനം. പക്ഷേ ആ തീരുമാനം പിന്നീട് വൈകാൻ കാരണം മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നും അത്രയും ദൂരം 200 കിലോമീറ്ററോളം ഇതിലേറെ ദൂരമുള്ള വയനാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആനയുടെ ജീവന് പോലും ഒരു പക്ഷേ അതിന് അപകട സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ തീരുമാനത്തിൽ നിന്ന് പിന്നീട് പുറകോട്ട് പോവുകയും ധോണിയിൽ തന്നെ അതിനായി കൂടൊരുക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. വയനാട് മുത്തങ്ങയിൽ കൂടെല്ലാം തയ്യാറാക്കിയിരുന്നു. PT7 പിടികൂട്ടി അതിനകത്ത് തളയ്ക്കാനുള്ള കൂടെല്ലാം വയനാട് മുത്തങ്ങയിൽ തയ്യാറായതാണ്. അപ്പോഴാണ് ഈ ഒരു തീരുമാനത്തിലേക്കുള്ള മാറ്റം വന്നിട്ടുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ PM2 അവർക്ക് വേഗത്തിൽ പിടിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ആളുകൾ പറയുമ്പോൾ വയനാട് പെട്ടെന്ന് PM2 പിടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വസ്തുത എന്ന് പറയുന്നത് ആ കൂട്, ഇതിന് സജ്ജമായ കൂട് ഒരാഴ്ചയോളം സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട് അവിടെ നേരത്തെ PT7 വേണ്ടി സജ്ജമാക്കിയ കൂട് വയനാട് ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ PM2 പിടികൂടുകയും കൂട്ടിലടയ്ക്കാനും കഴിഞ്ഞു. ഇവിടെ പക്ഷേ പിന്നീട് പുതിയതായി കൂട് നിർമ്മിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കുറച്ച് താമസം വന്നത്. അതോടൊപ്പം തന്നെ PM2 പിടിക്കുന്നതിനിടെ ഡോക്ടർ അരുൺ സക്കറിയയ്ക്ക് നേരിയ പരിക്കും ഉണ്ടായി. ആ പരിക്കെല്ലാം പൂർത്തിയായി അതെല്ലാം മാറി അദ്ദേഹം പിന്നീട് ഇന്നലെ മിനിങ്ങാന്ന് രാത്രിയാണ് വയനാട്ടിൽ നിന്നും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാവിലെ നടത്തിയ പുലർച്ചെ 5 മണിയോടുകൂടി ദൌത്യസംഘത്തിന്റെ ആദ്യത്തെ 2 ടീമുകൾ ധോണിയിലെ മേഖലയിലേക്ക് കയറുകയും ആനയെ ട്രാക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് ആന ചപ്പാത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ചപ്പാത്തിൽ നിന്നും പിന്നീട് ആന മുകളിലേക്ക് കയറി ഉൾക്കാട്ടിലേക്ക് വലിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ചെങ്കുത്തായ ഒരു സ്ഥലത്ത് ആന നിൽക്കുമ്പോൾ ഇങ്ങനെ മയക്കുവെടി വെക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടുകൂടി ആ ദൌത്യം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അവർ ഇന്നലത്തെ ദൌത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയും ഇന്ന് പുനരാരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ സപ്പോർട്ടിംഗ് ടീമിനെ എല്ലാം തന്നെ പിൻവലിച്ചെങ്കിൽ പോലും അതിന്റെ ട്രാക്കിംഗ് ടീമും മറ്റും കാട്ടിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ വീണ്ടും ദൌത്യസംഘം വനത്തിലേക്ക് കടന്നു. പുലർച്ചെ തന്നെ ഡോക്ടർ അരുൺ സക്കറിയും സംഘവും വനത്തിലേക്ക് കയറുകയും രാവിലെ 7:15 തന്നെ ഈ ആനയെ മയക്കുവെടി വെക്കുകയും PT7 മയക്കുവെടി വെക്കുകയും ചെയ്തു. ഏറ്റവും ശുഭകരമായ വാർത്ത. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത്
ഇപ്പോൾ നമ്മൾ ഈ കണ്ട ആളുകളെല്ലാം PT7 ഈ പ്രദേശത്ത് കഴിയുന്ന ആളുകളെല്ലാം തന്നെ PT7 ഒരിക്കലോ അല്ലെങ്കിൽ ഒരിക്കൽ കണ്ടു പേടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൃഷിയിടത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ എല്ലാം തന്നെ ചെയ്ത ആനയാണ്. അവർ പറയുന്ന പോലെ PT7 മാത്രമല്ല, PT7 എന്നെ പോലെ മറ്റ് കാട്ടാനകളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇവരെ പറയുന്നത്. ആളുകളുടെ ഉറക്കം കെടുത്തിയിരുന്നു PT7 എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി PT7 നമുക്ക് ഈ കുങ്കിയാനയാക്കി മാറ്റുകയാണ് ചെയ്യുക. കുങ്കിയാനയാക്കി മാറ്റാനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞിരുന്നു. അതിന് ദിവസങ്ങളെടുക്കും. എത്ര ദിവസമാണ് വേണ്ടി വരിക എന്നത് ആ PT7 സ്വഭാവം അനുസരിച്ചാണ് അത് തീരുമാനിക്കാൻ പറ്റുക. ഏറ്റവും 60 ദിവസം മുതൽ ഒരുപക്ഷെ 2 വർഷം വരെ PT7 അല്ലെങ്കിൽ ഇത്തരം ആനകൾ മെരുങ്ങാൻ സമയം വേണ്ടിവരും. അത് അദ്ദേഹത്തിന്റെ മുൻ അനുഭവമാണ്. PT7 ഒരുപക്ഷെ എത്ര കാലം എടുത്താലാണ് കുങ്കിയാനയായി മാറുക എന്നുള്ളതെല്ലാം ഇനി കാത്തിരുന്ന് കാണണം. ധോണിയിൽ അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ധോണി ആദ്യമായാണ് ഒരു ആനയെ, ഒരു കാട്ടാനയെ തളച്ച് കൂട്ടിലിട്ട് മെരുക്കാനുള്ള നടപടികളും അതിന്റെ പ്രത്യേകിച്ച് സജ്ജമാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ കോന്നിയിലോ അല്ലെങ്കിൽ മുത്തങ്ങയിലോ ഒക്കെയാണ് സാധാരണ കൊണ്ടുപോകുക. മുൻപ് അട്ടപ്പാടിയിൽ ഇറങ്ങിയിരുന്ന, അവിടെ നിരന്തരം ഇറങ്ങിയിരുന്ന പീലാണ്ടി എന്ന ഒരു കാട്ടാനയെ അവിടെ പിടികൂടി പിന്നീട് കോന്നിയിലേക്ക് എല്ലാം തന്നെ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം പാലക്കാട് ജില്ലയിൽ നടക്കുന്ന മയക്കുവെടി വെച്ച് ആനയെ പിടിക്കുന്ന ഒരു സംഭവം ഇതാണ്. അന്ന് പീലാണ്ടിയെ പിടിച്ചപ്പോഴും അന്ന് ഡോക്ടർ അരുൺ സക്കറിയ തന്നെയാണ് നേതൃത്വം നൽകിയത്. ഇപ്പോഴും അരുൺ സക്കറിയ തന്നെ നേതൃത്വം നൽകുന്നു. അരുൺ സക്കറിയെ കുറിച്ച് പറഞ്ഞാൽ അരുൺ സക്കറിയ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കേരളത്തിൽ ഇന്ന് വന്യമൃഗങ്ങൾ ശല്യമായി നിൽക്കുന്ന വന്യമൃഗങ്ങളെ മയക്കുവെടി വെച്ച് പിടികൂടാനും പരിക്കേറ്റ വന്യമൃഗങ്ങൾക്ക് ചികിത്സ നൽകാനും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന പാനലിലെ 10 കേരളത്തിൽ നമ്മൾ നേരത്തെ അരുൺ സക്കറിയ വൈകുന്ന ഘട്ടത്തിൽ നമ്മൾ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന്റെ പാനലിലുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഈ ഇത്തരത്തിൽ മയക്കുവെടി വിദഗ്ധരായ ആളുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 10ഓളം പേർ ഈ പാനലിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരെ അപേക്ഷിച്ച് അരുൺ സക്കറിയയ്ക്ക് ഇതിനകത്ത് പരിചയം കൂടുതലാണ്. അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഒരു കാര്യം അത്രയേറെ, അദ്ദേഹത്തിന്റെ ഇത്രയും സർവീസിനിടയിൽ അദ്ദേഹം നിരവധി, അത് പുലികൾ, കടുവ, അതോടൊപ്പം കാട്ടാനകൾ ഇവയെല്ലാം മയക്കുവെടി വെച്ച് പിടികൂടി സുരക്ഷിതമായി അതിനെ പുലികളാണെങ്കിൽ കാട്ടിലേക്കും അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ സുരക്ഷിതമായി മാറ്റുന്നു. കടുവകളെയും എല്ലാം മയക്കുവെടി വെച്ച് പിടികൂടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാട്ടാനകളെയും ഇത്തരത്തിൽ പിടികൂടി കൂട്ടിലടയ്ക്കാനും ആവശ്യമായ ചികിത്സകൾ നൽകാനും എല്ലാം ദൗത്യത്തിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തി. കാരണം പരിക്കേറ്റത്, അതായത് വയനാട്ടിൽ PM2 പിടികൂടുന്ന സമയത്തിന് അദ്ദേഹത്തിന് കാലിൽ പരിക്കേറ്റിരുന്നു. ഒരുപക്ഷെ ഭാഗ്യം കൊണ്ടാണ് ഒരു കൂടുതൽ അപകടം ഉണ്ടാകാതെ പോയത്. അതിന് ഈ 2 കുങ്കിയാനയായിരുന്നു PM2 അന്ന് പിടികൂടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു അപകട സാധ്യത കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് 3 കുങ്കിയാനയെ ഉപയോഗിക്കുന്നത്. അങ്ങനെ 3 കുങ്കിയാനകൾ, സുരേന്ദ്രൻ, ഭരതൻ, വിക്രം, ഇങ്ങനെ 3 കുങ്കിയാനകളെയാണ് ഈ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഒരുപക്ഷെ കുങ്കിയാനകളെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൂടെ കൊണ്ടുപോകും എന്ന് ഉറപ്പില്ല. കാരണം ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനത്തിനകത്തൂടെ തന്നെ കുങ്കിയാനകളെ ഇപ്പോൾ ആന PT7 വെടിയേറ്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. അതിലൂടെ തന്നെ ആകാനാണ് വലിയ സാധ്യതയും നമ്മൾ കാണുന്നത്. കുങ്കിയാനകളെ എത്തിച്ച് വാഹനത്തിൽ കയറ്റി പിന്നീട് ധോണിയിലേക്ക് കൊണ്ടുപോകും. ഇതിൽ PT7 എന്തുകൊണ്ട് PT7 പിടിച്ചു, എന്തുകൊണ്ടാണ് PT7 ഇത്രയേറെ ശല്യക്കാരനായി മാറിയത്? സാധാരണഗതിയിൽ വനം വകുപ്പൊന്നും വന്യമൃഗങ്ങളെ അതിനെ പിടിച്ച് കൂട്ടിലടക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ അവരുടെ മാർഗമാണ്. അതിനു മുമ്പ് നിരവധി ശ്രമങ്ങളുണ്ട്. ഇതിനെ പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ഉത്തരവിൽ പറയുന്ന അക്കമിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഒടുവിലാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണം പറയുന്നത്. അല്ലെ ഒരു നിർദ്ദേശം, അതിന് മുമ്പുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് പരമാവധി ആനയെ ഉൾക്കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വനംവകുപ്പ് ഗംഗാ സിംഗ് ഉൾപ്പെടെയുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശം. അതിനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെടുകയും വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയാണ് PT7 പിടികൂടാൻ തീരുമാനിക്കുന്നത്. അതിന് ഈ PT7 പിടികൂടാൻ അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഒലവക്കോട് കൺസർവേറ്റർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന 2-3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്.